എല്ലാ പ്രേക്ഷകർക്കും അഷ്റഫ് റിവ്യൂ മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അവർ നിങ്ങളെക്കുറിച്ച് രഹസ്യമായി ചിന്തിക്കുന്ന കാര്യം ഇതാണ് എന്നതിനെക്കുറിച്ചാണ്. നൽകിയിരിക്കുന്ന 2 അക്കങ്ങൾ 2 ഫയലുകളാണ്. ഇഷ്ടമുള്ള ഒന്ന് തിരഞ്ഞെടുക്കുക, ആ വ്യക്തിയെ ഓർത്ത്. അതിനുശേഷം നിങ്ങൾ വീഡിയോ തുടർന്ന് കാണുക. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഒന്നാമത്തെ ഫയലിലേക്ക് പോകാം. 567 എന്ന അക്കം തിരഞ്ഞെടുത്തവരുടെ റീഡിംഗ് ആണ് പറയുന്നത്. അവർ നിങ്ങളെക്കുറിച്ച് രഹസ്യമായി ചിന്തിക്കുന്ന കാര്യം ഇതാണ്. ആ വ്യക്തി നിങ്ങളെ ആദ്യം പരിഗണിച്ചിരുന്നില്ല. കണ്ടുമുട്ടിയ അന്നു മുതൽ ആ വ്യക്തി നിങ്ങൾക്ക് പ്രിയപ്പെട്ടതായില്ല, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾ പ്രവേശിച്ചില്ല. അതിന് സമയമെടുത്തു. ഓരോ സമയവും ആ വ്യക്തി നിങ്ങളിലേക്ക് കൂടുതൽ അടുക്കുന്നതായിട്ട് നിങ്ങൾക്ക് മനസ്സിലായി. ഇപ്പോൾ ആ വ്യക്തിക്ക് നിങ്ങളൊരു പ്രധാനപ്പെട്ട വ്യക്തി തന്നെയാണ്. ആ വ്യക്തിയുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഒരുപാട് വേദനകളുണ്ടായിരുന്നു. ആ വേദനകൾ ഒപ്പിയെടുത്ത് അതിനൊരു പരിഹാരം നൽകുന്നതിൽ നിങ്ങൾ കാണിച്ച ആത്മാർത്ഥത ആ വ്യക്തിയുടെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ട്. നിങ്ങളെ സ്നേഹിച്ചു തുടങ്ങിയപ്പോഴാണ് ആ വ്യക്തി യഥാർത്ഥ സ്നേഹത്തിൻ്റെ രുചി അറിയുന്നത്. യഥാർത്ഥ സ്നേഹമെന്ന് പറയുന്നത് കാട്ടിക്കൂട്ടലുകളോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് മുമ്പിൽ കാണിക്കുന്ന ചേഷ്ടകളോ ഒന്നുമല്ല. അത് ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് വരുന്നതെന്നാണെന്ന് ആ വ്യക്തി ആദ്യമായിട്ട് അറിയുന്നു. മുൻപ് തനിക്ക് പറ്റിയത് വഞ്ചനകളും ചതികളുമാണെന്നും ഇതാണ് യഥാർത്ഥ സ്നേഹമെന്നുള്ള കണ്ടെത്തലുകൾ ആ വ്യക്തി കണ്ടെത്തുന്നു. ഒപ്പം മുൻപ് നിങ്ങളെ സ്നേഹിക്കാതെ പോയതിൻ്റെ കുറ്റബോധം ആ വ്യക്തിയിലുണ്ട്. എങ്കിലും വൈകിയില്ല, എനിക്കെൻ്റെ വ്യക്തിയെ ലഭിച്ചിരിക്കുന്നു എന്ന ചാരിതാർത്ഥ്യത്തോടെ ആ വ്യക്തി ജീവിതം കൊണ്ടുപോവുകയാണ്. എത്ര പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെയാണ് ആ വ്യക്തി കടന്നു വന്നത്. അവയിലൊന്നും ആരും ആ വ്യക്തിയോട് കാണിക്കാത്ത സ്നേഹം നിങ്ങളുടെ ചെറിയ മനസ്സിൽ അത് കിട്ടിയിരിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ച ദുഃഖങ്ങളും അവഗണനകളും ആ വ്യക്തിയിൽ നിന്ന് തന്നെ പോലും ആദ്യം കിട്ടിയ അവഗണനകൾ എല്ലാം മറികടന്നുകൊണ്ട് ആ വ്യക്തിയുടെ ഹൃദയമണ്ഡലങ്ങളിൽ നിങ്ങളെത്തിയിരിക്കുന്നു. നിങ്ങളെക്കുറിച്ച് രഹസ്യമായ ആ വ്യക്തി ചിന്തിക്കുന്നതും ഒന്നാകാനുള്ള ആഗ്രഹമാണ്. ഇനിയും വൈകാതെ ആ വ്യക്തിയുമായി ഒന്നാകണം, നിങ്ങളുമായി ഒന്നാകണം എന്ന ചിന്ത മാത്രമേ ആ വ്യക്തിയുടെ മനസ്സിലുള്ളൂ. അതിനുവേണ്ടി ഓരോ ദിവസവും കണ്ണ് ഇമ വെട്ടാതെ ആ വ്യക്തി കാത്തിരിക്കുകയാണ്. നിങ്ങളെക്കുറിച്ചുള്ള സംഗമമാണ്, നിങ്ങളെക്കുറിച്ചുള്ള ചിന്തയാണ് ആ വ്യക്തിക്കുള്ളത്. 783 എന്ന അക്കം തിരഞ്ഞെടുത്തവരുടെ റീഡിംഗാണ്. അവരുടെ മനസ്സിൽ നല്ലൊരു മഴ പെയ്യുന്നുണ്ട് നിങ്ങളെക്കുറിച്ച് ഓർമ്മിക്കുമ്പോൾ. ദുഃഖവും ദുരിതവും നിറഞ്ഞ അവരുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ കടന്നു വന്നത് ഒരു വർഷമായിട്ടാണ്. സ്വപ്നങ്ങളുടെ നല്ല ഒരു മഴ പെയ്തതുപോലെ വരണ്ടുണങ്ങിയ അവരുടെ ജീവിതത്തിലേക്ക് നിങ്ങളെത്തി. നിങ്ങളെ എന്നേക്കും അല്ലെങ്കിൽ എന്നത്തേക്കാൾ നന്നായി അവർ സ്നേഹിക്കുന്നു. അവർക്ക് നിങ്ങളെ കണ്ടപ്പോൾ തന്നെ തോന്നിയിരിക്കാം നിങ്ങൾ ആ വ്യക്തിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആളായി മാറുമെന്ന്. അങ്ങനെ ഹൃദയത്തെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ഇപ്പോൾ ആ വ്യക്തി അത് തീർച്ചപ്പെടുത്തിയിരിക്കുന്നു. നിങ്ങളോട് ആ വ്യക്തി നേരിട്ട് പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും വ്യക്തമല്ല. പക്ഷേ ആ വ്യക്തിയുടെ ഹൃദയത്തിൽ ഇപ്പോൾ നിങ്ങൾ മാത്രമേ ഉള്ളൂ. നിങ്ങളെക്കുറിച്ച് മാത്രമേ ഇപ്പോൾ ചിന്തിക്കുന്നുള്ളൂ. നിങ്ങളെക്കുറിച്ച് മാത്രമേ ചിന്തിക്കാൻ ആ വ്യക്തിക്ക് കഴിയൂ. അത്രമേൽ സ്നേഹമാണ് നിങ്ങൾ നൽകിയത്. നിങ്ങൾ തന്നെ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. എൻ്റെ മനസ്സിൽ നിന്ന് ഞാൻ കൊടുത്ത സ്നേഹത്തിന് എപ്പോഴാണ് പകരം സ്നേഹം ലഭിക്കുക എന്നുള്ളത്. ഇപ്പോൾ അത് ലഭിച്ചിരിക്കുന്നു. നിങ്ങളെ അത്ഭുതപ്പെടുത്തുമാറ് മറ്റെല്ലാ കാര്യങ്ങളെയും മാറ്റി നിർത്തിക്കൊണ്ട് ആ വ്യക്തിയുടെ സ്നേഹം നിങ്ങളിലേക്ക് എത്തുന്നു. ഇനി ഒരിക്കലും ആ സ്നേഹം നിങ്ങളിൽ നിന്ന് പോകില്ല. ലോകം അവസാനിക്കുന്നിടത്തോളം കാലം, ജീവിതം അവസാനിക്കുന്നിടത്തോളം സമയം ആ വ്യക്തിയുടെ സ്നേഹം നിങ്ങൾക്ക് മാത്രം. അവർ അല്ലെങ്കിൽ ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് രഹസ്യമായി ചിന്തിക്കുന്നത് അതാണ്. ഇനി ഒരിക്കലും ആർക്കും വിട്ടുകൊടുക്കില്ല. മറ്റാരെങ്കിലും നിങ്ങളോട് വന്ന് സംസാരിക്കുന്നത് പോലും ആ വ്യക്തിക്ക് ഇഷ്ടമല്ല.
ആ വ്യക്തിക്ക് മാത്രമായിട്ട് നിങ്ങൾ വേണം. ആ വ്യക്തിയുടെ ഹൃദയത്തിൽ അത് തന്നെയാണ് എപ്പോഴും പറയുന്നത്. ഒട്ടും നിങ്ങളെ ആർക്കും വിട്ടുകൊടുക്കാൻ ആ വ്യക്തി തയ്യാറുമല്ല. ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾ നിറഞ്ഞു നിൽക്കുമ്പോൾ ആ വ്യക്തിക്ക് അതിൽ പരം സന്തോഷം എന്താണുള്ളത്? നിങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുകയും നിങ്ങൾക്ക് വേണ്ടി മാത്രം നിലപാടെടുക്കുകയും നിങ്ങൾക്ക് വേണ്ടി മാത്രം നിലകൊള്ളുകയും ചെയ്യുന്നൊരു വ്യക്തിയായിട്ട് ആ വ്യക്തി മാറുന്നു. മറ്റൊന്നിനെക്കുറിച്ചും ആ വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്ന പോലുമില്ല. നിങ്ങളുടെ സ്നേഹം അത് തനിക്ക് മാത്രമായിട്ട് ലഭിക്കണം. ആ ലോകത്ത് നിങ്ങളും ആ വ്യക്തിയും മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. മറ്റാർക്കും അവിടെ ഒരു പ്രസക്തിയുമില്ല. ആരെയും ആ വ്യക്തിക്ക് കാണുകയും വേണ്ട. ഇപ്പോൾ ആരുടെയും വാക്കുകൾക്കായി ആ വ്യക്തി ഓർത്ത് നിൽക്കാറില്ല. ഇഷ്ടം നിങ്ങളോട് മാത്രമേ ഉള്ളൂ. നിങ്ങളെ മാത്രം സ്വപ്നം കണ്ട് ജീവിക്കുകയുമാണ് ആ വ്യക്തി. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്.